നിങ്ങളൊരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരും നിങ്ങളോടൊന്നും പറയാതെ തന്നെ ഈ വ്യക്തിക്ക് എന്തോ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? അവർ ഏറ്റവും സുന്ദരന്മാരായിരിക്കണമെന്നില്ല, ഏറ്റവും എക്സ്പെൻസീവ് ഡ്രസ്സ് ധരിച്ചവരുമായിരിക്കണമെന്നില്ല. പക്ഷേ അവർ വരുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും, അവർ സംസാരിക്കുമ്പോൾ ആളുകൾ കേൾക്കും, അവരോട് പെരുമാറുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഉണ്ടാകും. ഇതാണ് നമ്മൾ പറയുന്ന മാഗ്നറ്റിക് പ്രസൻസ്. ഇത് ജന്മനാ കിട്ടുന്നൊരു കഴിവല്ല. നിങ്ങളുടെ ദിവസേനയുള്ള ചെറിയ ശീലങ്ങളാണ് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാക്കുന്നത്. ഇന്ന് അതിനായി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന 5 കാര്യങ്ങൾ പറയാം. 5ാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 1. ആരും കാണാത്ത കോൾ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു. പലരും കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിലാണ്. എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം. പക്ഷേ യഥാർത്ഥ കോൺഫിഡൻസ് അവിടെ നിന്നല്ല തുടങ്ങുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഉദാഹരണത്തിന്, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുമെന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ട് വീണ്ടും അലാം ഓഫ് ചെയ്യുന്നു. ദിവസവും എക്സസൈസ് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു, പക്ഷേ 2 ദിവസം കഴിഞ്ഞ് നിർത്തുന്നു. 20 മിനിറ്റ് വായിക്കുമെന്ന് തീരുമാനിക്കുന്നു, പക്ഷേ ചെയ്യാറില്ല. ഇങ്ങനെ ഓരോ തവണയും നിങ്ങളോട് നൽകിയ ചെറിയ വാക്ക് തെറ്റിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മെസ്സേജ് പോകുന്നുണ്ട്: എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ? ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇന്ന് 20 മിനിറ്റ് നടക്കും എന്ന് പറഞ്ഞാൽ നടക്കുക, ഇന്ന് 10 മിനിറ്റ് വായിക്കും എന്ന് പറഞ്ഞാൽ വായിക്കുക, രാത്രി ഇത്ര മണിക്ക് ഫോൺ മാറ്റിവെക്കും എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുക. ഇങ്ങനെ നിങ്ങളോട് നൽകിയ വാക്കുകൾ പാലിക്കാൻ തുടങ്ങുമ്പോൾ സെൽഫ് ട്രസ്റ്റ് ഉണ്ടാകും. സെൽഫ് ട്രസ്റ്റാണ് പിന്നീട് പുറത്തേക്ക് കോൺഫിഡൻസ് ആയി കാണുന്നത്. അതുകൊണ്ട് ആരും കാണാത്ത സമയത്ത് നിങ്ങളെ ട്രെയിൻ ചെയ്യുക. 2. നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ മാറ്റുക. ഒരു ദിവസം നിങ്ങളോട് എത്ര തവണ മോശമായി സംസാരിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഭംഗിയില്ല, എന്നെ ആരും സീരിയസ്ലി എടുക്കില്ല, ഞാൻ എപ്പോഴും തെറ്റിക്കും, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. ഇവ മറ്റാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാകും. പക്ഷേ അതേ കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളോട് ദിവസവും പറയുകയാണ്. പതുക്കെ അത് നമ്മുടെ പേഴ്സണാലിറ്റിയെയും ബാധിക്കും. അപ്പോൾ പ്രശ്നത്തിന് സൊല്യൂഷൻ എന്താണ്? ഫേക്ക് പോസിറ്റീവ് തിങ്കിങ് അല്ല, ഞാനാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തി എന്നൊക്കെ സ്വയം പറയേണ്ടതില്ല. പകരം, എനിക്കിപ്പോൾ അറിയില്ല, പക്ഷേ ഞാൻ പഠിക്കും, ഇത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാൻ ശ്രമിക്കും, എനിക്ക് തെറ്റുപറ്റി, അടുത്ത തവണ ഞാൻ നന്നാക്കും. ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുക. കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ദിവസവും പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ തുടങ്ങും. 3. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നല്ല മനുഷ്യനായിരിക്കണം, പക്ഷേ എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ആരെങ്കിലും വിളിച്ചാൽ ഉടനെ ശരി എന്ന് പറയുക, ഇഷ്ടമില്ലാത്ത കാര്യത്തിലും ശരി എന്ന് പറയുക. ആരെങ്കിലും ഡിസ്റെസ്പെക്ട് ചെയ്താലും മിണ്ടാതിരിക്കുക, കാരണം അവർക്ക് എന്നെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടാകരുത് എന്ന ഭയം. ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവരുടെ അപ്രൂവൽ തേടിക്കൊണ്ടിരുന്നാൽ പുറത്തു നിന്ന് നിങ്ങൾ വളരെ നൈസായിരിക്കാം, പക്ഷേ ഉള്ളിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കുറയാൻ തുടങ്ങും. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഇല്ല എന്ന് പറയാൻ പഠിക്കുക. അത് റൂഡായിരിക്കേണ്ടതില്ല. ഇതിപ്പോൾ എനിക്ക് സാധിക്കില്ല, ഇത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് കാമായി പറയാം. ഓർക്കുക, ബൗണ്ടറി വെക്കുന്നത് അഹങ്കാരമല്ല, സ്വന്തം വാല്യൂ മനസ്സിലാക്കുന്നതാണ്. 4. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നിങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ മൂഡ് ഓഫ് ആകുമോ? ആരെങ്കിലും റിപ്ലൈ ചെയ്യാതിരുന്നാൽ എന്താണ് പ്രശ്നം എന്ന് മണിക്കൂറുകളോളം ചിന്തിക്കുമോ? ഒരു ചെറിയ ഡിസഗ്രീമെൻറ്റ് പോലും വലിയ വഴക്കായി മാറുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൂഡിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിലാണ്. ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, മൂഡ് പോയി. ആരെങ്കിലും പ്രൈസ് ചെയ്തു, സന്തോഷം. ആരെങ്കിലും ഇഗ്നോർ ചെയ്തു, വിഷമം. ഇത് മാറ്റണം. ഇമോഷൻ ഉണ്ടാകുന്നത് പ്രശ്നമല്ല, ഇമോഷൻ അനുസരിച്ച് ഉടനെ റിയാക്ട് ചെയ്യുന്നതാണ് പ്രശ്നം. അടുത്ത തവണ ദേഷ്യം വന്നാൽ ഉടനെ റിപ്ലൈ ചെയ്യരുത്. 10 സെക്കൻഡ് പോസ് ചെയ്യുക, ആഴത്തിൽ ശ്വാസം എടുക്കുക. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വാക്ക് നാളെ റിഗ്രറ്റ് ചെയ്യുമോ എന്ന് ചിന്തിക്കുക. പിന്നെ മാത്രം സംസാരിക്കുക. കാരണം ശബ്ദമുയർത്തുന്ന ആളല്ല ശക്തൻ. പ്രഷറിൻ്റെ സമയത്തും സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളാണ് ശരിക്കും പവർഫുൾ. 5. കൺസിസ്റ്റൻസി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം, സെൽഫ് റെസ്പെക്റ്റ് വേണം, പ്രസൻസ് വേണം. പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്ത് അത് കിട്ടില്ല. കൺസിസ്റ്റൻസി വേണം. ഒരു ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് അടുത്ത ദിവസം വീണ്ടും പഴയ റുട്ടീൻ. ഒരു ദിവസം വളരെ കോൺഫിഡൻ്റ് ആയി സംസാരിച്ചിട്ട് അടുത്ത ദിവസം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തകർന്നു പോകുന്നു. ഒരു ദിവസം ബൗണ്ടറി വെച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതുകൊണ്ട് മാറ്റമുണ്ടാക്കില്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറുന്നത് ഒരു വലിയ ഡിസിഷൻ കൊണ്ടല്ല, ദിവസവും ആവർത്തിക്കുന്ന ചെറിയ തീരുമാനങ്ങൾ കൊണ്ടാണ്.
നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ വാല്യൂസ് അനുസരിച്ച് ജീവിക്കുക, നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക, സ്വന്തം സ്റ്റാൻഡേർഡ്സ് താഴ്ത്താതിരിക്കുക. ഇവ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ആവർത്തിക്കുക. അപ്പോൾ ആളുകൾ നിങ്ങളുടെ പ്രസൻസ് ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഓറ എന്നത് വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നതല്ല, എക്സ്പെൻസീവ് ഡ്രസ് ധരിക്കുന്നതുമല്ല, എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കണം എന്ന് നിർബന്ധിക്കുന്നതുമല്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരവസ്ഥയാണത്. ആരും നോക്കാത്തപ്പോൾ ഡിസിപ്ലിൻ, സ്വന്തം മനസ്സിനോട് റെസ്പെക്റ്റ്, ആവശ്യമുള്ളപ്പോൾ നോ പറയാനുള്ള ധൈര്യം, പ്രഷറിലും കാമായിരിക്കാനുള്ള കഴിവ്, പിന്നെ നിങ്ങൾ പറഞ്ഞത് കൺസിസ്റ്റൻ്റ്ലി ചെയ്യാനുള്ള സ്വഭാവം. ഇവയാണ് പുറത്തേക്ക് ഒരു പവർഫുൾ പ്രസൻസ് ആയി കാണുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്യാൻ തുടങ്ങൂ. കാരണം പ്രസൻസ് നിങ്ങൾ ധരിക്കുന്ന ഒന്നല്ല, നിങ്ങൾ ദിവസവും ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരം പ്രചോദനാത്മക വീഡിയോസായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.